ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഹെയർ ബണ്ണാണ്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ 25 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു സാറ്റൻ പീസ് എടുത്താണ് ഹെയർ ബൺ ഉണ്ടാക്കുന്നത്. എടുത്ത തുണി നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ മടക്കി വെച്ച് കൈത്തൈൻ്റെ സഹായത്തോടെ 2 സൈഡും കൂട്ടി അടിക്കുക. കൈത്തയ്യൽ ആയതുകൊണ്ട് അധികം സ്പേസ് വരാതെ തയ്ക്കണം. കൈത്തയ്യൽ ആകുമ്പോൾ ഒത്തിരി ടൈം പോകും. എന്നാൽ എന്താ, അധികം ചിലവില്ലാതെ നല്ല ഒരു ഹെയർ ബൺ സെറ്റാവില്ലേ? തയ്യൽ മെഷീൻ ഉള്ളവർ ഞാൻ കൈകൊണ്ട് തയ്ച്ച ഭാഗത്ത് മെഷീൻ കൊണ്ട് തയ്ച്ചാൽ മതി. സാറ്റിൻ മെറ്റീരിയൽ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്ന് കുത്തി വച്ചു. തയ്ച്ച് കഴിഞ്ഞ് കുത്തിവെച്ച പിന്ന് ഊരി മാറ്റുക. തയ്ച്ച ഭാഗം മുമ്പിൽ വരുന്ന രീതിയിലും നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിലും വയ്ക്കുക. വിൽക്കാനുള്ള ഉദ്ദേശമാണെങ്കിൽ തയ്ച്ച ഭാഗത്ത് തുണി 2 വശത്തേക്കും വച്ച് തേക്കുക. എനിക്ക് എൻ്റെ യൂസിനായതുകൊണ്ട് തേക്കുന്നില്ല, പക്ഷേ കൈകൊണ്ട് തന്നെ ഒന്ന് നേരെയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തയ്ച്ച ഭാഗം നടുകെ വരുന്ന രീതിയിൽ തിരിച്ചു വച്ചു. തയ്ക്കാത്ത ഭാഗം 4 മടക്കായി, തയ്ച്ച ഭാഗം 2 മടക്കായി മടക്കി. ആദ്യം നമ്മൾ തയ്ച്ച ഭാഗത്ത് നിന്ന് തയ്യൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പിന്നു കുത്തി വെച്ചിട്ടുണ്ട്. പിന്നു കുത്തി വെച്ച് അത് കറക്റ്റായിട്ട് നേരെയൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ തേക്കാൻ പോകുന്നത്. എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആവണമെന്നുണ്ട്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കുറച്ച് ഫ്രണ്ട്സിനെ കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ കൈത്തയ്യൽ കൊണ്ട് നമ്മൾ പതുക്കെ ഓരോ ഇതായിട്ട് തയ്ച്ച് വരിക. തയ്ച്ച് വരുന്നവരും നമ്മൾ നീക്കി ഇത് തയ്ച്ച് കൊണ്ടുവരണം. ഉള്ളിലെ തുണി കൂട്ടി തയ്ക്കാണ്ടിരിക്കാനായിട്ട് മാക്സിമം നമ്മൾ ശ്രമിക്കണം. പുട്ട് കുത്തുന്നത് പോലെ താഴെ നിന്നും തള്ളി മുകളിലേക്ക് വരുന്ന ഉള്ളിലെ തുണി കൂടി ചേർക്കാതെ തയ്ക്കുക. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. വീഡിയോയിൽ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്, പക്ഷേ ശരിക്കും ചെയ്യുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ടാണ്. നിങ്ങളാണെങ്കിലും ചെയ്യുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ട് ചെയ്യണം. പിന്നെ സൂചി വെച്ച് നമ്മൾ കോർത്ത് ചെയ്യുമ്പോൾ കൈ കൊള്ളാതെ ഇരിക്കാനും സൂക്ഷിക്കണം. അങ്ങനെ തയ്ച്ച് എൻഡ് ചെയ്യുന്ന ഭാഗത്ത് 2 സെൻറ്റിമീറ്റർ സ്പേസ് ഇടണം. ആ സ്പേസിൻ്റെ ഉള്ളിൽ കൂടെ തുണി പതുക്കെ വലിച്ചെടുക്കുക. അവിടെയും കുത്തിവെച്ച പിന്ന് ഊരാൻ മറക്കരുത്. അപ്പം നമ്മൾ ഉള്ളിൽ നിന്ന് നന്നായിട്ട് അത് പതുക്കെ എടുക്കണം. വേഗം ഒരു വലിച്ചു ഊരുന്ന പോലെ ഭയങ്കര ഹാർഷായിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് സാറ്റിൻ്റെയൊക്കെ തുണിയായതുകൊണ്ട് പെട്ടെന്ന് നൂല് നമ്മൾ ഇതായിട്ട് പോരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതുക്കെ എടുക്കുക. 7 സെൻറ്റിമീറ്റർ ഇലാസ്റ്റിക് എടുത്ത് അതിൻ്റെ അറ്റത്ത് ഒരു പിന്നും കുത്തി തുണിയുടെ ഉള്ളിലൂടെ കടത്തിവിടുക. സാറ്റിൻ മെറ്റീരിയൽ വെച്ച് നമ്മൾ ഹെയർ ബണ്ണൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മുടെ ഹെയർ അധികം ഡാമേജ് വരാണ്ടും ഹെയറിൽ വല്ല പൊട്ടലും ഇതൊക്കെ ഉണ്ടാവാണ്ടിരിക്കാൻ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യും. ആ സ്പേസ് ഇട്ട ഭാഗത്ത് ഇലാസ്റ്റിക് കടത്തിവിട്ട് കഴിഞ്ഞ് അത് തയ്ച്ച് ക്ലോസ് ചെയ്യുക. വീഡിയോ കാണുന്നത് പോലെ 2 വശത്തും മാറ്റി തയ്ക്കുക. ഈ ഭാഗത്ത് തീർച്ചയായും കൈത്തയ്യലാണ് ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ ഇലാസ്റ്റിക് ഇട്ടിട്ട് ഇലാസ്റ്റിക് ഒരു പിന്നിൽ ഇത് ചെയ്തിട്ടാണ് നമ്മൾ അതിനകത്തേക്ക് കയറ്റി വിടുന്നത്. അപ്പോൾ അതിൻ്റെ 2 വശവും നമ്മൾ കെട്ടിയിട്ടില്ലെങ്കിൽ അത് ഇതാവാൻ ചാൻസ് ഉണ്ട്. നല്ല മുറുക്കെ 2 കെട്ട് കെട്ടണം നമ്മൾ. അങ്ങനെ നമ്മൾ അത് കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അത് ഒന്ന് നേരെയാക്കി എടുത്തിട്ട് നേരെയാക്കിയിട്ടാണ് നമ്മളവിടെ തയ്ക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ തയ്ക്കുന്ന പോലെ അവിടെ തയ്ക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ആ തയ്യൽ കാണാത്ത വിധത്തിൽ നമ്മൾ തയ്ക്കണം. അപ്പം അതുകൊണ്ട് നമ്മളത് നന്നായിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ ആ തയ്ക്കുന്ന ഭാഗം നമ്മൾ എടുത്തിട്ട് അപ്പുറേന്ന് ഇപ്പുറേന്ന് ഇങ്ങനെ സൂചി എടുത്ത് അപ്പുറം തയ്ക്കുക, അത് കഴിഞ്ഞിട്ട് ഇപ്പുറമായിട്ട് ഇത് ചെയ്യുക. അങ്ങനെ തയ്ച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ
ഇങ്ങനെ കറക്റ്റായിട്ട് അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് അധികം സ്പീഡാക്കാണ്ട് കറക്റ്റായിട്ട് കാണിച്ചേക്കുന്നത്. അല്ലാതെ നിങ്ങളെ ബോറടിപ്പിക്കാനോ വെറുപ്പിക്കാനോ വേണ്ടിയല്ല. അപ്പം മാക്സിമം നിങ്ങളത് ശ്രദ്ധിച്ച് കണ്ട് ഉണ്ടാക്കി തന്നെ നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, ഈസി ആയിരുന്നു എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇതൊക്കെ ഗ്യാപ്പ് ഫുള്ള് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ആ നൂല് വെച്ച് നൂല് കട്ട് ചെയ്യുന്നതിന് മുമ്പ് വലിച്ച് നന്നായിട്ട് ഇത് ചെയ്തെടുത്തിട്ട് നൂല് അവസാനം കെട്ടിയിടണം. അതും കാണാത്ത രീതിയിൽ കെട്ടി നല്ല ഇതാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് അത് വലിച്ച് കറക്റ്റ് ഷേപ്പിലാക്കി കഴിഞ്ഞ് നമ്മുടെ ഹെയർ ബണ്ണ് റെഡിയായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുകയും ചെയ്യണം. അവരും ചെയ്ത് നോക്കണ്ടേ, അപ്പോൾ അവർക്ക് കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ഡൗട്ടോ സംശയങ്ങളോ കൺഫ്യൂഷൻസോ എന്തെങ്കിലും വരുവാണെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ടെന്ന് ഞാൻ ആൻസർ ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.